ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൻസ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിനിടയിൽ നമ്മൾ കുറച്ച് അധികം നാളായി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഫേസ്റ്റുള്ള ജനലൊക്കെ തുറന്നിട്ടു. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ടൊക്കെ എഴുതും. ഞാൻ തന്നെ ഉണ്ടാക്കി സ്റ്റിക്കി നോട്ടാട്ടോ. അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടോ. വെളിയിലേക്ക് ഇറങ്ങിയപ്പം രാവിലെ തന്നെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയിട്ട് സൈക്കിൾ ഓട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താഴേക്ക് പോകട്ടെ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് വീഴും കേട്ടോ, അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് അപ്പോൾ മോട്ടി അവിടെ ഇരിക്കണ കണ്ടു. മോട്ടീനെ ഒന്ന് തോണ്ടാന്ന് വിചാരിച്ചപ്പോൾ അവൾ ഓടി കേട്ടോ. കാരണം ട്രൈപോഡ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ വേഗം പോയിട്ട് സൈക്കിൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൈക്കിൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇത് കാണുമ്പോൾ കുഞ്ഞായിട്ട് വിചാരിക്കും, പക്ഷേ എനിക്ക് നല്ല കംഫർട്ടബിൾ ആട്ടോ. അങ്ങനെ സൈക്കിളോട്ട് പോവാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു സ്ലോ ആയിട്ടാണ്, പക്ഷേ അവിടുന്ന് വരുമ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് തോന്നും കേട്ടോ. പക്ഷേ നല്ല സ്ലോയിലാണ് വരുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് വന്നപ്പോൾ മോട്ടി ഇവിടെ ഇരിക്കുകയാണ്. നല്ല ഉറക്കിപ്പിച്ചിരിക്കുകയായിരുന്നു. അവളെ തലയിലൊക്കെ ഒന്ന് തോണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടോ. എന്നിട്ട് ഞാൻ പോയിട്ട് കുറച്ച് നേരം ഗെയിം കളിച്ചു. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമില്ല, അത് ഞാനിന്ന് കളിച്ചു. അപ്പോൾ ചേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, കൂളർ വന്നു. അതൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് കാപ്പി കുടിച്ചു. കാപ്പിയും ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെടികൾക്കൊക്കെ പോയിട്ട് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേളിൽ പോയിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിങ്ങനെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പപ്പടവും പഞ്ചസാരയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കമൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പുതിയ കമൻസ് വന്നോ ഇല്ലോ എന്നൊക്കെ. പിന്നെ പേപ്പർ എടുക്കുക, അതിനുള്ളിലേക്ക് ഞാൻ അവരുടെ പേരൊക്കെ എഴുതിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ബോക്സിനുള്ളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു പരിപാടിയുണ്ട്. ചിലപ്പോൾ ടൈം കിട്ടത്തില്ല, അപ്പോൾ ചെയ്യില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്തു കേട്ടോ. കുറച്ചധികം കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പേര് എഴുതി ഇതുപോലെ നമ്മൾ ബോക്സിനുള്ളിടാം കേട്ടോ. എഴുതാത്തൊരു വിഷമിക്കേണ്ടത്, കുലുക്കി കിട്ടുന്ന പേര് ഞാൻ എഴുതുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോട്ടി ഭയങ്കര ഉറക്കം കേട്ടോ. അവൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഉറക്കമുള്ളതാണ്. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഒരാളെ കാത്ത് നിൽക്കായിരുന്നു. ആരാണെന്ന് മനസ്സിലായോ? ഞാൻ ഡെലിവറി ബോയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ടേബിൾ നോക്കിയപ്പോൾ ഭയങ്കര അലമ്പായിട്ട് കിടക്കായിരുന്നു. രാവിലത്തെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചു. ഒരു പേനയൊക്കെ അടിപൊളിയായിട്ട് വെച്ചു. പിന്നെ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്റ്റിക്കി നോട്ട് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കളേഴ്സും ഒക്കെ വെച്ചിട്ട്. അപ്പം അതൊക്കെ ഇവിടെ ഞാനിങ്ങനെ വെച്ചിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല മഴ പെയ്യുമെന്നുള്ള ഉറപ്പായിരുന്നു കേട്ടോ. നല്ല രസമാണ്. എനിക്ക് മഴ പെയ്തില്ല എന്നാൽ ഒരു രസമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ജേർണലിങ്ങിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ജേർണൽ ബുക്ക് എനിക്ക് എപ്പോഴും നല്ല സ്പെഷ്യലാട്ടോ. കാരണം പണ്ട് തൊട്ടുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജേർണൽ ബുക്കാട്ടോ. ഏത് ജേർണൽ ബുക്ക് എടുത്താലും ഇതിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എനിക്ക് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കുറച്ച് നേരം നോക്കി അതിനകത്തുള്ളതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പം നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെളിയിലിരിക്കുകയായിരുന്നു. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും മോട്ടീനെ ഇട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. എന്താ പറയുകയല്ലേ, നല്ല മഴയായിരുന്നു. ഈ സമ്മർ ടൈമിൽ എന്ത് മഴയാന്ന് നോക്കിയേ. അപ്പോൾ മോട്ടി തണ്ട എങ്ങും നടക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പോവാണ്. മീനെ പിടിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. പക്ഷെ അത് പറ്റൂല കേട്ടോ. എന്നാലും അവളതിനെ സാധിക്കാൻ നോക്കൂട്ടോ. അപ്പോൾ ഞാനും മോട്ടിയും കൂടെ അവളെ എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. അപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ എടുക്കണത്. വെളിയിലേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ. അപ്പം അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺപൂച്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആൾ പാവാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ എന്താ പറയുക, വട്ട് പിടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും കേട്ടോ. പിന്നെ അവളെ എടുത്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ഇരുന്നോളൂ കേട്ടോ. വേറെ ആരുടെയും കൂടെ പോവില്ല, എൻ്റെ കൂടെ മാത്രമേ അവൾ വരുള്ളൂ കേട്ടോ. വെളിയിലൊക്കെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. എനിക്ക് മഴയത്ത് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആഗ്രഹം പോയി. കാരണം ഞാൻ ഇറങ്ങിയൊന്നുമില്ല, പനിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. നൈസായിട്ട് വെളിയിലേക്കൊന്ന് ഇറങ്ങിയപ്പോൾ ആരും കാണാതെ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് ഒന്ന് 2 സെക്കൻഡിൽ നിന്ന് പോകുന്നു കേട്ടോ. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വെറുതെ പനി പിടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞാൻ പോയ സമയത്ത് ഇവിടെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പതിയെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. നനച്ചുകൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നേരെ പോയിട്ട് കാപ്പിയും ബിസ്ക്കറ്റും കൂടെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ ഞാനും അച്ഛനും ചേട്ടനും കൂടെ ക്യാരംസ് കളിച്ചു. ബാക്കി നൈറ്റിലെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല, സോറി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബൈ.